ഇരിക്കേ, പോളിയോ കുടിച്ചിട്ട് വരാലോ. എന്നിട്ട് നദിയമ്മച്ചീൻ്റെ അടുത്ത് പോകണം. അതാ ടീച്ചറെല്ലാം വന്നു. ബാ വാ. അക്കഡൂസിന് ദേഷ്യം പിടിച്ച് നിൽക്കുവാണ് പോളിയോ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അവൻ്റെ വിചാരം അത് ഇഞ്ചക്ഷനാണെന്ന് വിചാരിച്ചിട്ടാണ് വരാണ്ട് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ റിഹാനെ നോക്കി നിൽക്കുന്നുണ്ട്. കാരണം റിഹാൻ്റെ അടുത്ത് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് അവനൊരു ഉമ്മയൊക്കെ കിട്ടിയിട്ട് വേണം നമുക്ക് നദിയാൻ്റെ അടുത്തേക്ക് പോകണം. എന്നിട്ട് ഇതാ റിഹാൻ വരുന്നുണ്ട്, അവിടെ നോക്കി നിൽക്കുക. റിഹാൻ വന്നിട്ട് ഒരു ഉമ്മയെല്ലാം കിട്ടി. റിഹാൻ്റെ അടുത്തും വരാൻ പറയുന്ന അംഗൻവാടിയിലേക്ക്. റിഹാൻ വരുന്നില്ല. ഇന്ന് ബാവിലി നേർച്ചയാണ് നമുക്ക്. അപ്പോൾ അവൻ ബാവിലിയിലേക്ക് പോവുകയാണ്. അപ്പം റിഹാന് ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ അംഗൻവാടിയിലേക്ക് പോളിയോ ഓടിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഞങ്ങൾ നദിയാൻ്റെ അടുത്തെത്തി. നദിയ, നിങ്ങളെല്ലാവരും ഇതിൻ്റെ മുമ്പുള്ള ചെടികളെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നദിയ ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലാക്കി ആയതുകൊണ്ട് ചെടികളൊന്നും നോക്കാൻ പറ്റുന്നില്ല, എല്ലാം ഉണങ്ങിപ്പോയി. ഭയങ്കര ചൂടല്ലേ. അങ്ങനെ അക്കഡോസും ഞാനും കൂടി ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുകയാണ്. കുറേയൊക്കെ ഉണങ്ങിപ്പോയി. കാരണം ഇപ്പം അത്രയും ചൂടാണ്. നിങ്ങളവിടെയൊക്കെ അതുപോലെ തന്നെ ചൂടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത്താത്ത അങ്ങനെ കൊണ്ട് നടക്കുന്ന ചെടികളാണ്. കാരണം മക്കളെയൊക്കെ നോക്കുമെന്ന് പറയുന്നില്ല, അതുപോലെ തന്നെ അത്രയ്ക്കും നന്നായി നോക്കുക എന്ന് പറയുന്നത് അങ്ങനെ ചെടികളെ കൊണ്ട് നടക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ദിവസം വരാൻ പറ്റുന്ന ദൂരത്തിലല്ല, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ പക്ഷേ ഇത്താത്തൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ നല്ല ആൾക്കാരെ, ഇടയ്ക്ക് അവർക്ക് പറ്റുന്ന ടൈമിലൊക്കെ വെള്ളം ഒഴിച്ചെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് സ്ഥലത്ത് ചെടികളുള്ളതുകൊണ്ട് നിറച്ചും പറമ്പ് നിറച്ചും ഇത്താത്ത ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. നിറച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് എല്ലാം എന്തൊക്കെ ചെടികളുണ്ട് അതൊക്കെയുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ നനച്ച് ഞങ്ങൾ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അതിന് 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അങ്ങനെ നദിയാൻ്റെ വീട്ടിലൊക്കെ പോയി വൈകുന്നേരം ആയപ്പം റിഹാനും റയാനും മേലോട്ട് പോയതാണ്. ഇത് ഫുള്ള് കണിക്കൊന്നയാട്ടോ. അപ്പം നിറച്ചും ഉണ്ടായിട്ടുണ്ട്. മാർച്ച് ആയപ്പം തന്നെ പൂവ് നിറച്ചും ആയിട്ടുണ്ട്. പക്ഷെ അടുത്ത മാസം വിഷു ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ വീണു പോവും. പിന്നെ എല്ലാവരും കണിക്കൊന്നയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നടത്തായിരിക്കും. ടൗണിലൊക്കെ മരത്തിലൊക്കെ ഉണ്ടായതൊക്കെ ആ സമയമാകുമ്പം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അവർ വീഡിയോ പിടിക്കുന്നതാണ് റിഹാനും റയാനും കൂടി. അങ്ങനെ റിഹാന് വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ്. ഇപ്പം ഞാൻ എടുത്തത് അവൻ അറിഞ്ഞിട്ടില്ല. അവൻ റയാനെ കൊണ്ട് വീഡിയോ പിടിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇതാർക്കും അമ്മച്ചിക്കാ?